PC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 20/2024 അപ്പോൾ 2024 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള അവരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമേണ പ്രകാരം ക്രമീകരിക്കുക. താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമേണ പ്രകാരം ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 2ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 ഇതാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 വൈക്കം സത്യാഗ്രഹം, പിന്നീട് 4 ക്ഷേത്രപ്രവേശന വിളംബരം, അവസാനം പാലിയ സത്യാഗ്രഹം. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ഓർഡർ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധി നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. മൂന്നാമത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു ആണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിൽ നൽകപ്പെട്ട രഹസ്യനാമം എന്ത്? ഏതാണ് രഹസ്യനാമം? 5 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഡാഷ് ആണ്. ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം എന്ന് പറയുന്നത് ഡാഷ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി 0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രൊണൈഡ് ഉപഗ്രഹം ഏതാണ്? 8 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദിയെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ് ആ പ്രധാന ബലം? 10 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഭൂമിയുടെ ഉത്പാദനത്തിനുള്ള സംവഹന പ്രവാഹമാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. സമുദ്ര ഊഷ്മാവ് സാധാരണ ഉയരുന്നതിന് കാരണം എന്ത്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്ന് ഉയരുന്നതിന് കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത്? 11 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി എൽ നിനോയാണ്. കാറ്റിൽ നിന്ന് ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി തമിഴ്നാടാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ചോദിച്ചേക്കുന്നത്? 13 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. CM ആശാ യോജനയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 14 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 3 എല്ലാ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ 50 വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 15 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഏതാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ക്രിപ്റ്റ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. 16 ഓപ്ഷൻ ഡി വയനാടാണ്. ഏതാണ്? വയനാടാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമുള്ള വ്യാപാര നയ പരിഷ്കരണം ലക്ഷ്യം വച്ചത് എന്ത്? ഏതാണ് കൊടുത്തിരിക്കുന്ന വ്യാപാര പരിഷ്കരണം ലക്ഷ്യം വച്ചത്? 17 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം. താഴെ പറയുന്നവർ കൽക്കരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ചോദിച്ചേക്കുന്നത്. 18 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 3 മാത്രമാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതയിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതയിൽ പെടാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. 19 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 1, 3, 4 എന്താണ്? റൈറ്റ് ആൻസറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ നിരക്ഷരത ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടന ഏത് സവിശേഷതയാണ്? 20 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആമുഖമാണ്. ഏതാണ്? ആമുഖമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 21 റൈറ്റ് ആൻസർ ഏതാണ്? 21 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവർ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഏതാണ് ചോദിച്ചേക്കുന്നത്. 22 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. മൗലിക കടമകളാണ് തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള
തർക്കങ്ങൾ. ഓപ്ഷൻ ഇതിനകത്ത് എയും അതുപോലെ തന്നെ ഡിയും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പൊതുജന ആരോഗ്യമാണ്. ഏതാണ്? പൊതുജന ആരോഗ്യമാണ്. മന്ത്രിമാരുടെ കൗൺസിലറിൻ്റെ വലിപ്പം അങ്ങോട്ട് 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 91 ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 26 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ സ്ഥാപനം ഏത്? ഏതാണ് സർക്കാർ സ്ഥാപനം? 27 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവയെല്ലാമാണ്. ഏതാണ്? ഇവയെല്ലാം. താഴെ തന്നിരിക്കുന്നതിന് തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത്? MLA-യുടേതാണ്. ഏത് നിയോജക മണ്ഡലം? തെറ്റായിട്ടുള്ള നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദിർ അധീനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനമെന്ന്? 29 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. 2023 സെപ്റ്റംബർ 20 ഈ ബില്ല് പാസ്സാക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക? 30 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ACDBE അതാണ് കൃത്യമായിട്ടുള്ള ക്രമമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. 31 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ACD എന്നിവയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 4D എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന അപര്യാപ്ത രോഗം ഏത്? ഏതാണ്? 32 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പെല്ലഗ്രിയാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സർവ്വികത സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്തായിട്ടുള്ളതാണ്? 33 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു? ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത് 34 ഓപ്ഷൻ സി പൊട്ടാസ്യമാണ്. മനുഷ്യരത്തിൽ 24 മണിക്കൂർ ദിനത്താള ക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 35 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇടയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്നാണ് ചോദിച്ചേക്കുന്നത്? 36 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി പരിരക്ഷയാണ്. 1987 വായു മലിനീകരണം തടയാൻ നിയന്ത്രണവും ഭേദഗതി നിയമത്തിന് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? 37 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ശബ്ദമാണ്. അടുത്ത ചോദ്യം, ഒരു അത്ലറ്റ് ഒരു ജാവലിൻ നിശ്ചിത പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ 38 റൈറ്റ് ആൻസറാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. തിരച്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ് എന്നുള്ളതാണ് റൈറ്റ്. കോൺവെക്സ് ദർപ്പണത്തിന് വക്രത 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 40 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 12 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 12 സെൻറ്റിമീറ്റർ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങൾ പെടുന്നത്? 41 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നവ ആണ്. അടുത്ത ചോദ്യം, താഴെ തോർത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 42 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. അത് ഏത് വാത നിയമം ബന്ധപ്പെട്ടിരിക്കുന്നു? 43 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചാൾസ് നിയമമാണ്. ഇതാണ് ചാൾസ് നിയമമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഒരു പദാർത്ഥം തന്മാത്ര ഭാരം 108 ആണെങ്കിൽ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്ര പിണ്ഡം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 44 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 108 ഗ്രാമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ച ഏത് വർഷമാണ്? 45 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 2019 ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീ നാരായണ ഗുരുവാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. കലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ ആരാണ്? കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ? 47 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി MM വിജയനാണ്. IM വിജയൻ റൈറ്റ് ആൻസർ ഏതാണ്? IM വിജയനാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ആരാണത്? 48 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് സലിം കുമാറാണ്. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ഏതാണ്? ആടുജീവിതത്തിലെ കഥാപാത്രമാണ് നജീബ് എന്ന് പറയുന്നത്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ നിയമിതനായ ക്രിക്കറ്റർ ആരാണ് ആ ക്രിക്കറ്റർ? 50 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുകാനാണ് പറഞ്ഞേക്കുന്നത്. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. 71 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി വന്നില്ല എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നദി എന്ന പദത്തിന് സമാനമായ പദം, നദി എന്ന പദത്തിന് സമാനമായിട്ടുള്ള പദമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി വാഹിനിയാണ്. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ശരിയായ പദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 73 ഓപ്ഷൻ ബി ആണ്. തിരച്ചീനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പൂജകം ബഹുവചനത്തിന് ഉദാഹരണം, പൂജകം എന്ന ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 74 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. താങ്കളാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം, കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് ചോദിച്ചേക്കുന്നത്. 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം, പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത്. 76 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദം, ആരോഹണം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചേക്കുന്നത്. 77 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അവരോഹണമാണ്. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം, അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം 78 ഓപ്ഷൻ സി. വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൺ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതിയാൽ എന്തായിട്ട് വരും? 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വിണ്ടലമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. താഴെ തന്നിരിക്കുന്ന പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. മിടുക്കനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഫയർ ട്രയാങ്കിൾ കോൺസെപ്റ്റ് ഉൾപ്പെടാത്ത ഘടകം ഏത്? ഏതാണ്? 81 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ജലമാണ്. ഏതാണ്? ജലമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ശരിയായത് ഏത്? താഴെ പറയുന്നവ ശരിയായത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 82 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തി നിന്ന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? 83 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വിശിഷ്ട താപധാരിതയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് വിശിഷ്ട താപധാരിത. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. 84 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്ന ഏത് വിധമാണ്? ഏത് വിധമാണ്? 85 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വികിരണമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണ രൂപം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 86 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ ഫയർ എക്സ്റ്റിങ്ഷർ എന്നും ബന്ധപ്പെട്ട് പാസിൻ്റെ പൂർണ്ണ രൂപം ഏത്? ഏതാണ് പൂർണ്ണ രൂപമായിട്ട് വരുന്നത്? 87 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോൾ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ഷൻ മീഡിയം ഏതാണ്? ഏതാണ്? 88 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പതയാണ്. ഏതാണ്? പതയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRന്റെ ശരിയായ പൂർണ്ണ രൂപം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന CPR നൽകുന്ന ഉദ്ദേശം എന്ത്? താഴെ കൊടുത്തിരിക്കുന്ന CPR നൽകുന്ന ഉദ്ദേശം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. 71 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ഏതാണ്? 92 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം എന്ത്? ഏതാണ്? 93 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ് ചോദിച്ചത്. 94 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം,